ഞാൻ BSc Chemistry ആണ് പഠിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് പലരും നിങ്ങളോട് വന്ന് ചോദിക്കും എന്തിനാ ഡിഗ്രി എടുത്തത്, അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, പ്ലസ് പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോയിക്കൂടെ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ സമയത്താണ് കൂടുതലും നമ്മളോട് ചോദിക്കുന്നത്, ഞാനും കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ ചോദിക്കുന്നവരോട് നിങ്ങൾക്കൊരു കിടിലൻ മറുപടി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഏതൊരു കോഴ്സ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് വേണം എന്നുള്ളതാണ്. അത് ഡിഗ്രി ആയിക്കോട്ടെ, ഇനി ഏത് കോഴ്സ് തന്നെ ആയിക്കോട്ടെ. സോ നമ്മളൊരു BSc Chemistry കോഴ്സ് എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആലോചിച്ചിട്ട് കൂടെ ഉണ്ടാവില്ല, നമ്മുടെ ഡിഗ്രീൻ്റെ ഒരു ഫ്ലോയിലും ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ പ്ലാൻ എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്ന സമയത്ത് ഒരു ട്രഡീഷണൽ വേ ഓഫ് ഉത്തരം ഉണ്ട്. ഞാൻ തേർഡ് ഇയർ കഴിയുന്ന സമയത്താണ് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ PG ഉണ്ടല്ലോ, B.Ed ഉണ്ടല്ലോ, TTCക്കൊക്കെ പോവാലോ എന്നുള്ള ഉത്തരമായിരിക്കും നിങ്ങൾ കൂടുതലും കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതല്ല, ഇതെന്നൊക്കെ മാറി എനിക്ക് ഏറ്റവും അടിപൊളിയാക്കണം എൻ്റെ ലൈഫ് എന്ന് തീരുമാനിക്കുന്നവർ പോലും ഈ ഒരു ഡിഗ്രി സമയത്ത് പല പ്രശ്നങ്ങളാൽ, അതേപോലെ തന്നെ ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഉത്തരത്തിലൊക്കെ നമ്മൾ അങ്ങോട്ട് മുങ്ങിപ്പോകുന്നതായിരിക്കും. സോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു +2 അതേപോലെ തന്നെ 10th ഒരു എഫേർട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഡിഗ്രി സമയത്ത് നിങ്ങൾ ഇട്ടിട്ടുണ്ടോ? ശരിക്കും നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി സമയത്ത് നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾ ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം, ദാറ്റ് ഈസ് IIT JAM എക്സാം, അതിനുവേണ്ടി ലക്ഷങ്ങളോളം കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതും എല്ലാവർക്കും സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പോലും അത്രയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്നാമത്തത് അവരുടെ ക്യാമ്പസ്, അതായത് ലൈഫ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അവരുടെ പ്ലേസ്മെൻ്റ് ആണ്. ഇതേ IITയിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ അവർ 4th ഇയർ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് മാസ്റ്റേഴ്സ് എന്ന പേരിൽ സെയിം IITയിൽ അവർക്ക് കിട്ടിയ എല്ലാ എക്സ്പോഷറോട് കൂടെയും അവിടെ കയറി ചെല്ലാം എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളത് വേണ്ട, നമ്മുടെ ട്രഡീഷണൽ വേയിൽ പോവുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ശരിക്കുള്ളൊരു നഷ്ടമല്ലേ? അറിഞ്ഞുകൊണ്ട് ആ നഷ്ടം ഏറ്റെടുത്തിട്ട് ഒരു ട്രഡീഷണൽ വേ പോയിട്ട് നമ്മളുടെ ഡിഗ്രി വെർത്തല്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു മണ്ടത്തരം തന്നെ അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, IIT നിങ്ങളെ മാസ്റ്റേഴ്സ് എന്നുള്ള പേരിൽ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. നിങ്ങൾക്ക് അതിൽ പ്ലേസ്മെന്റ് ഉണ്ട്, ഏറ്റവും അടിപൊളിയായിട്ടുള്ള അക്കാദമിക് ഇയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് പബ്ലിക് സെക്ടേഴ്സിൽ പോകണോ, പ്രൈവറ്റ് സെക്ടേഴ്സിൽ പോകണോ, ഇനി അതല്ല PhD പോകണോ, എല്ലാ ഫെസിലിറ്റീസും ആ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളതും, അതേപോലെ തന്നെ നിങ്ങളെടുത്ത ഡിഗ്രി നിങ്ങൾക്ക് വേർത്ത് ആവണോ എന്നുള്ളതും നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മാതിരി നിങ്ങളോട് ചോദിക്കുന്ന പലരോടും നിങ്ങൾക്ക് കിടിലൻ ഉത്തരം പറയാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെയാണ് ഈ ഒരു IIT JAM എൻട്രൻസ് എന്ന് പറയുന്നത്. സോ ചൂസ് യുവർ ലൈഫ് വൈസ്ലി. താങ്ക് യു.